ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ടിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കാട്ടോ. ഇത് മുത്തശ്ശി തന്നതാ, നമുക്ക് ബാലിയിലേക്ക് പോകാനുള്ള ഹണിമൂൺ ടിക്കറ്റാ എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അച്ഛൻ അത് വലിച്ചു കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശ്രുതി ഇതൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണേ. എന്നിട്ട് ശ്രുതി ബെഡ്ഷീറ്റും തലനൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ, എക്സ്ക്യൂസ് മീ, താൻ ബാൽക്കണിയിൽ കിടക്കണ്ട, എൻ്റെ ബെഡ് ഉപയോഗിച്ചോ എന്ന് പറയാട്ടോ. അപ്പൊ ശ്രുതിക്ക് സന്തോഷാവാണ്. അതിനുശേഷം നമ്മൾ ശ്യാം പറയുന്നുണ്ട്, ക്ഷമിക്കേണ്ട രാജകുമാരി, അവർക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ, നമ്മളിപ്പോ വെറുതെ നിർബന്ധിച്ചിട്ട് എന്തിനാ എന്ന് ചോദിക്കാട്ടോ. അതിനുശേഷം ഹണിമൂൺ വീട്ടിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലി പ്രസൻസ് ഉണ്ടാക്കുക കേട്ടോ, എല്ലാവരും കൂടി ചേർന്നിട്ട്. അങ്ങനെ മുത്തശ്ശിയും അഞ്ജലിയും കൂടെ തീരുമാനിക്കുകയാണ് അവർക്ക് ഒരു ഹണിമൂൺ പ്രസൻസ് ഇവിടെ തന്നെ ഉണ്ടാക്കാന്നുള്ള കാര്യം. കുഞ്ഞൻ ഇതൊക്കെ വേണ്ടെന്ന് പറയും. നമ്മൾ പിടിച്ച പിടിയാലെ നിന്നോണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വേഷമൊക്കെ മാറുകയാണ്. അതിനുശേഷം ആകാശും അശ്വിനും ഓഫീസ് കഴിഞ്ഞ് വന്നിറങ്ങുമ്പോൾ മോഹനൻ അവരെ വെൽക്കം ചെയ്യാട്ടോ. ഇത് കാണുമ്പോൾ ഇവരൊക്കെ ഞെട്ടാണ്. അച്ഛൻ ഇത് എന്തു പറ്റിയെന്ന് ആകാശ് ചോദിക്കുമ്പോൾ, സർ, ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഡോറ് തുറക്കുന്നത് നമ്മൾ മനോരമയായിരിക്കും. ഓൾ ഓഫ് യു ആർ വെൽക്കം ടു ദി പാരഡൈസ് ഹോട്ടൽ ഓഫ് ബാലി എന്ന് പറയാട്ടോ. തുടർന്ന് നമ്മുടെ അഞ്ജലി ആണെങ്കിൽ മാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അശ്വിനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം മനോരമ പറയുന്നുണ്ട്, ദേ മോഹനേട്ടാ, എന്നെ കൊണ്ട് എന്നും ഇതേ കോലൊന്നും കെട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല, എല്ലാത്തിനും ഞാൻ പകരം വീട്ടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്